ചെമ്പനീർ പൂവ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ശരത്ത് ദേഷ്യത്തോടു കൂടി തന്നെ ചന്ദ്രമതിയുടെ വീട്ടിലേക്ക് കയറി വരുന്നുണ്ട്. രേവതി ചേച്ചി എന്ന് വിളിച്ചുകൊണ്ടായിരിക്കും ശരത്ത് അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ശരത്ത് വന്നിട്ട് വിളിക്കുന്നത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രമതി ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്ന് മാത്രമല്ല അവനോട് ദേഷ്യപ്പെട്ട് ചോദിക്കും, എടാ നീ എന്തിനാടാ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് ഇങ്ങനെ ഒച്ചയെടുത്ത് സംസാരിക്കുന്നത് എന്ന് ചോദിക്കും. അപ്പോഴേക്കും ശബ്ദം കേട്ടുകൊണ്ട് തന്നെ സച്ചിയും അതുപോലെ രേവതിയും അങ്ങോട്ടേക്ക് വരും. ശരത്തിനെ കണ്ട ഉടനെ തന്നെ എന്ത് പറ്റിയടാ എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ടായിരിക്കും രണ്ടുപേരും അങ്ങോട്ടേക്ക് വരുന്നത്. അത് കഴിഞ്ഞ് ശരത്തിന്റെ ശബ്ദം കേട്ടത് കൊണ്ട് തന്നെ ശ്രുതിയും അതുപോലെ ശ്രുതിയും അങ്ങോട്ടേക്ക് വരും. ശ്രുതിയെ കണ്ട ഉടനെ തന്നെ ശരത്തിന് ഭയങ്കര ദേഷ്യം വരാണ്. എന്നിട്ട് ശരത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങളെ കുറിച്ചിട്ട് ഞാൻ നല്ലവളാണെന്നാ ഇത്ര കാലം വിചാരിച്ചത്, പക്ഷേ നിങ്ങൾ ഇത്രയും മോശപ്പെട്ട ഒരാളാണെന്ന് ഞാൻ കരുതിയില്ല. നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരാളാണെന്ന കാര്യം ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചില്ല എന്നൊക്കെ പറയും. അന്നൊരു ദിവസം ഞാൻ വീട്ടിലേക്ക് കയറി വന്ന സമയത്ത് എന്നെ നിങ്ങൾ രണ്ടുപേരും ചേർന്നിട്ട് കള്ളനാക്കാൻ വേണ്ടി ശ്രമിച്ചതല്ലേ? എന്നാ ഇപ്പോൾ നിങ്ങൾ എന്ത് പണിയാ ചെയ്തു വെച്ചിരിക്കുന്നത്? ശരത്തിന്റെ സംസാരം കേൾക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ദേ മര്യാദക്ക് സംസാരിച്ചോളണം, ശ്രുതിയെ കുറിച്ചിട്ട് അങ്ങനെ അനാവശ്യം പറയരുത് എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും അല്ലെങ്കിലും ശ്രുതി ഇവർക്കൊന്നും മര്യാദ ഉണ്ടാവില്ല എന്ന് പറയും. എപ്പോൾ നോക്കിക്കഴിഞ്ഞാലും ആരുടെയെങ്കിലും മേലെ എന്തെങ്കിലും കുറ്റം ചാർത്തുക എന്നുള്ളതാണല്ലോ ഇവന്മാർ പോലുള്ള ആൾക്കാരുടെ പരിപാടി. അന്നേരം നീയും പണം മോഷ്ടിച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ശരത്തിനെ മോശപ്പെടുത്തി സംസാരിക്കാൻ പോകുമ്പോഴേക്കും ശ്രുതിയുടെ അടുത്തേക്ക് രേവതി വന്ന് പറയുന്നുണ്ട്, എന്തിനാ ശ്രുതി കഴിഞ്ഞ കാര്യത്തെ കുറ്റിയിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ എടുത്തു പറയുന്നത്? അതെ, ഞാനല്ലല്ലോ, നിങ്ങളുടെ അനിയൻ തന്നെയല്ലേ ഈ കാര്യം ഇപ്പം തുടങ്ങി വെച്ചത്. കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ എന്ത് പറയാനാ? നിങ്ങളുടെ അനിയൻ തന്നെയല്ലേ ഇതൊക്കെ പറഞ്ഞു തുടങ്ങിയത്. എന്നാൽ ഇവരുടെ സംസാരമെല്ലാം കേട്ട് നിൽക്കുന്ന സമയത്തിന് സച്ചി പറയുന്നത്, ശരത്തെ എന്താ പറ്റിയത്? നീ ആദ്യം കാര്യം എന്താന്ന് വെച്ചാൽ പറയാം. സച്ചേട്ടാ, ദേ ഇവര് വലിയ കാര്യമാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. സച്ചേട്ടനറിയോ? അല്ലെങ്കിലും ഇങ്ങനൊരു കാര്യം അറിഞ്ഞിട്ട് ഞാൻ എങ്ങനെയാ സച്ചേട്ടനോട് ചോദിക്കാതിരിക്കുക? നിങ്ങൾ രണ്ടുപേരുടെ അടുത്തും ഇത്രയും വലിയ ക്രൂരത ചെയ്തത് നിങ്ങൾ അറിയേണ്ട കാര്യം തന്നെ. അന്നേരം ആദ്യം എന്താ കാര്യം എന്ന് വെച്ചാൽ പറയ ശരത്തെ എന്ന് പറയാർക്കും രവീന്ദ്രൻ. അത് കേട്ട് സച്ചേട്ടാ, അത് അന്ന് ആന്റണി. അന്നേരം ശരത്ത് കാര്യം പറയാൻ തുടങ്ങി. അത് പിന്നെ സച്ചേട്ടാ, ആ ആന്റണി ചേട്ടൻ എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ആഹാ, അല്ലെങ്കിലും ഇവന് റൗഡികളുമായിട്ടാണല്ലോ കൂട്ടി എന്നൊക്കെ പറഞ്ഞ് സച്ചി കളിയാക്കും. അതെ, നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്, പണ്ട് എനിക്ക് റൗഡികളുമായിട്ട് തന്നെയായിരുന്നു കൂട്ട്. അങ്ങനെ ഒരു ബന്ധം ഉള്ളതുകൊണ്ടാണ് മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റ് എനിക്ക് എന്താണെന്ന് അറിയാൻ വേണ്ടി സാധിച്ചത്. എന്താ ശരത്തെ, വീണ്ടും ആന്റണി എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയോ എന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോൾ ഇല്ല സച്ചിയേട്ടാ, ആന്റണി ചേട്ടൻ കാരണം ഇപ്പോൾ എനിക്ക് ഒരു പ്രശ്നവുമില്ല. ആന്റണി ചേട്ടൻ്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ കണ്ടിരുന്നു എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും എന്താടാ നീ അവൻ്റെ ഫ്രണ്ട്സുമായിട്ട് വീണ്ടും കൂട്ടുകൂടുക എന്നുള്ള കാര്യമാണോ എന്ന് രേവതി ഭയങ്കര ടെൻഷനോടുകൂടെ ചോദിക്കാൻ വന്നു. ഇല്ല ചേച്ചി, അത് ഞാൻ പറയുന്ന കാര്യമൊന്ന് ചേച്ചി കേൾക്ക്. അവനുമായിട്ട് സംസാരിച്ച സമയത്താണ് എൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞത്. അന്ന് സച്ചിയേട്ടൻ്റെ കാറ് ഒരു പ്രാവശ്യം ആക്സിഡൻ്റ് ആയിരുന്നു. അന്ന് സച്ചിയേട്ടൻ കാർ ഒരു ദിവസം പോലീസ് സ്റ്റേഷനിലേക്ക് പിടിച്ചു വെക്കുകയും ചെയ്തില്ലേ? എൻ്റെ വണ്ടിയുടെ ബ്രേക്ക് ആരോ അഴിച്ചു വിട്ടതാണെന്നുള്ള കാര്യം സച്ചി പറഞ്ഞു. ആ പണി ഒപ്പിച്ചു വെച്ചത് ആരാന്നുള്ള കാര്യം സച്ചിയേട്ടൻ അറിയുമെന്ന് ചോദിക്കാണ് ശരത്ത്. ആരാടത് ചെയ്തത്? അന്നേരം അത് ആന്റണി ചേട്ടനാണെന്നുള്ള കാര്യം ശരത്ത് പറയും. എന്താ ശരത്തെ നീ ഈ പറയുന്നത്? ആന്റണി ആണെന്നോ? അതെ സച്ചിയേട്ടാ, അതെൻ്റെ ഫ്രണ്ടാണ് ഇതിനെക്കുറിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു തന്നത്. ഞങ്ങൾ രണ്ടുപേരും കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ആ സമയത്ത് അവൻ കുറച്ച് വെള്ളം അടിച്ചുകൊണ്ട് തന്നെ അവൻ്റെ വായിൽ നിന്നും എനിക്ക് സത്യങ്ങളെല്ലാം അറിയാൻ കഴിഞ്ഞു. അവനും ആന്റണി ചേട്ടനുമായിട്ട് അന്ന് എന്തോ പ്രശ്നമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആന്റണി ചേട്ടനോടുള്ള ദേഷ്യത്തിൻ്റെ പേരിലാണ് അവൻ എൻ്റെ അടുത്ത് ഈ കാര്യങ്ങളെല്ലാം തന്നെ തുറന്നു പറഞ്ഞത്. ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യാൻ വേണ്ടി പറ്റിയത് ശരത്തെ? അന്ന് കാറിൻ്റെ ചാവി ഉണ്ടായിരുന്നത് എൻ്റെ വീടിൻ്റെ ഉള്ളിലായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് ആന്റണിയുടെ കയ്യിൽ കിട്ടിയതെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് കേട്ടോ ശരത്തിൻ്റെ അടുത്ത് സച്ചി. അന്നേരം ശരത്ത് പറയുന്നത്, അതന്ന് ആന്റണി ചേട്ടനെ ഈ വീട്ടിൽ നിന്ന് തന്നെ ഒരാൾ തന്നെയാണ് ചാവി കൊടുത്ത് ഹെൽപ്പ് ചെയ്തതെന്ന് പറയും. അപ്പോഴേക്കും ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് തന്നെ ശ്രുതിക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുന്നുണ്ട്. കാരണം ശ്രുതിയാണ് ഇത് ചെയ്തതെന്നുള്ള കാര്യം ശരത്തിന് മനസ്സിലായിട്ടുണ്ടാവും. അത് ശ്രുതിക്കും മനസ്സിലായി. ഇതാ ഈ നിൽക്കുന്ന നിങ്ങളുടെ ശ്രുതി ചേച്ചിയാണ് അന്ന് ആന്റണി ചേട്ടൻ്റെ കയ്യിലേക്ക് ചാവി വെച്ച് കൊടുത്തത് എന്ന് ശരത്ത് അങ്ങ് തുറന്നടിച്ച് പറയും. ശരത്ത് അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോഴേക്കും ശ്രുതിക്ക് ആകെ ടെൻഷനാവട്ടോ. ശ്രുതി പറയുന്നത്, ദേ ശരത്തെ, ആവശ്യമില്ലാതെ ഓരോ പഴയൊന്നും എൻ്റെ മേലിൽ ചാർത്താനൊന്നും നീ ശ്രമിക്കണ്ട. അന്ന് നീ വീട്ടിൽ വന്ന സമയത്ത് നീയാണ് പണം എടുത്തത് എന്ന് വിചാരിച്ചിട്ട് നിന്റെ മേൽ കുറ്റം ഞാൻ ചാർത്താൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ്. അതിൻ്റെ പേരിൽ നീ ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞുണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ദേഷ്യപ്പെടും. ഈ സമയത്തിന് ശ്രുതി നീ ഇതൊക്കെ വിശ്വസിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയെ കൂട്ടുകൂടാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അന്നേരം ശ്രുതി പറഞ്ഞിട്ട്, ഇല്ല ശ്രുതി, ഇത് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല, ഇവൻ വെറും കള്ളനല്ലേ, അവൻ പറയുന്ന കാര്യങ്ങളൊന്നും കേട്ടിട്ട് ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് ശ്രുതി പറയും. ഇത് കേട്ട ഉടനെ തന്നെ ശരത്ത് പറയുന്നുണ്ട്,
അതെ, നിങ്ങളുടെ അടുത്ത് ചുമ്മാ വന്ന് ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരും വിശ്വസിക്കില്ല എന്ന കാര്യം എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. ഞാൻ അത്ര മണ്ടനൊന്നുമല്ല. എൻ്റെ കയ്യിൽ അതിനുള്ള കൃത്യമായിട്ടുള്ള തെളിവുണ്ട്. അതുമായിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ പറഞ്ഞ് ഫോണിലുള്ള റെക്കോർഡിങ്സ് എല്ലാം തന്നെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയാണ്. ആൻ്റണിയുടെ ഫ്രണ്ട് സംസാരിച്ച കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമായിട്ട് എല്ലാവരെയും കേൾപ്പിച്ചു കൊടുക്കുന്നുണ്ട് ശരത്ത്. ഈ വീഡിയോ ശബ്ദം കേട്ടതോടുകൂടി തന്നെ സച്ചിയും അതുപോലെ രേവതിയും ആകെ ഇങ്ങനെ ഷോക്കേറ്റതുപോലെ നിന്നിട്ട് രണ്ടുപേരും പരസ്പരം നോക്കി നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് രേവതി തന്നെ ശ്രുതിക്ക് നേരെ നിന്ന് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇച്ചിരി പോലും മനസാക്ഷി എന്ന് പറയുന്ന കാര്യമില്ലേ? ഈ വീട്ടിൽ തന്നെ ചാവി എടുത്തു വെച്ചിട്ട് നിങ്ങൾ ആൻ്റണിക്ക് കൊണ്ടുപോയി കൊടുത്തു. സച്ചിയേട്ടൻ്റെ കാർ ആക്സിഡൻ്റ് ആക്കാൻ വേണ്ടി ശ്രമിച്ചു. അന്ന് തന്നെ ഞങ്ങൾ നിങ്ങൾ സംശയമുണ്ടെന്ന കാര്യം പറഞ്ഞപ്പോഴേക്കും വലിയ വർത്തമാനമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എന്നാൽ ഇപ്പോൾ തെളിവോടുകൂടെ തന്നെ എല്ലാവർക്കും കാര്യം മനസ്സിലായില്ലേ? ഇതെല്ലാം ചെയ്തത് ശ്രുതിയാണെന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇപ്പൊ ശ്രുതി എന്താ നിനക്ക് പറയാനുള്ളത് എന്നൊക്കെ ചോദിക്കാണ് രേവതി. അങ്ങനെ സച്ചിയും രേവതിയും മാത്രമല്ല രവീന്ദ്രനും ഭയങ്കരമായിട്ട് തന്നെ ശ്രുതിയോട് ദേഷ്യപ്പെടുന്നുണ്ട്. ശ്രുതിയോടായിട്ട് രവീന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ ഈ വീട്ടിലെ മരുമകളായിട്ടല്ല നിങ്ങളെല്ലാവരെയും കണ്ടത്. ഇവിടെയുള്ള 3 മരുമക്കളെയും എൻ്റെ സ്വന്തം പെൺമക്കളായിട്ടാണ് കണ്ടത്. എന്നാൽ ശ്രുതി, നീ ഈ വീട്ടിലേക്ക് വന്നത് മുതൽ ഇവിടെയുള്ള ചന്ദ്രമതിയേക്കാൾ മോശപ്പെട്ട രീതിയിലാണ് നീ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു നിനക്ക് ശ്രുതിയെ മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റുമെന്ന്. എന്നാൽ ഇപ്പോൾ നിന്നെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് മറ്റൊരാൾ വേണ്ട അവസ്ഥയാണല്ലോ. ആരും ഇനി സച്ചിയുടെ കാര്യത്തിലൊന്നും ഇടപെടാൻ നിൽക്കരുത്. എന്നും പണ്ടും സച്ചിയാണെന്നെങ്കിൽ ചെയ്യാത്ത തെറ്റിന് ജയിലിൽ പോയതാണ്. അന്ന് സച്ചി ചെയ്ത തെറ്റിന് തെളിവൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ തെളിവോടുകൂടി തന്നെ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് പലരും ജയിലിലേക്ക് പോവേണ്ട അവസ്ഥയായി വരും. അതൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ എല്ലാവരും ഒതുങ്ങിക്കൂടി നിൽക്കുന്നതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ രവീന്ദ്രൻ അവിടെ നിന്ന് പോവും. അങ്ങനെ ശ്രുതി കാരണം ചന്ദ്രമതിക്കും നല്ല ചീത്ത കേട്ടല്ലോ. അത് കേട്ട് ചന്ദ്രമതിക്ക് ദേഷ്യം വരികയാണെന്ന് മാത്രമല്ല ചന്ദ്രമതി ശ്രുതിയോട് പറയുന്നുണ്ട്, എടി നീ ഒരൊറ്റ എടുത്തി കാരണമാണ് രവിയേട്ടൻ പോലും ഇപ്പൊ എന്നെ ചീത്ത വിളിക്കുന്നത്. ശ്രുതി, ഞാൻ പറഞ്ഞില്ലേ നീ ഇവളുമായിട്ട് അകന്നു നിൽക്കണമെന്ന്, എങ്കിലേ നിന്റെ ജീവിതത്തിനൊരു സുരക്ഷിതത്വം ഉണ്ടാവൂ. ഈ പ്രായത്തിൽ തന്നെ ഇവൾക്ക് എന്തോരം റൗഡികളുമായിട്ട് ബന്ധമുണ്ട്. അതുപോലെ തന്നെ മറ്റേ ചീത്ത പ്രവൃത്തികളൊക്കെ ചെയ്യുന്ന ആൾക്കാരുമായിട്ട് ഇവൾക്ക് നല്ല ബന്ധമുണ്ട്. ഇവളുമായിട്ട് തങ്ങി നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നിന്റെ ജീവിതത്തിന് സുരക്ഷിതമുണ്ടാവില്ല. ആദ്യം ഇവളെ ഈ വീട്ടിൽ നിന്നല്ല നിന്റെ ജീവിതത്തിൽ നിന്ന് തന്നെ നീ പടിയിറക്കി പറഞ്ഞയക്കണം. അത് കഴിഞ്ഞ് ശരത്ത് ഒരു താക്കീതുപോലെ തന്നെ ശ്രുതിയോട് പറഞ്ഞിട്ട്, ഇനിയും എൻ്റെ ചേച്ചിയുടെയും ഏട്ടൻ്റെയും കാര്യത്തിൽ നിങ്ങൾ എങ്ങാനും തലയിടാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒരിക്കലും ചുമ്മാതിരിക്കില്ല. എനിക്ക് എൻ്റെ സച്ചിയേട്ടൻ്റെയും രേവതി ചേച്ചിയുടെയും ജീവിതമാണ് ഏറ്റവും പ്രധാനമുള്ള കാര്യം. ഇനിയും എൻ്റെ ചേച്ചിയുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്താലുണ്ടല്ലോ ഞാൻ വെറുതെ ചുമ്മാതിരിക്കില്ല. സച്ചിയേട്ടാ ഞാൻ വരട്ടെ എന്നൊക്കെ പറഞ്ഞ് ശരത്ത് യാത്ര പറഞ്ഞ് അവിടെ നിന്നങ്ങ് പോവുമായിരിക്കും. സൂക്ഷിച്ചു പോണേ മോനെ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കട്ടെ ശരത്തിനെ അവിടെ നിന്നും പറഞ്ഞു വിടുന്നത്. വീണ്ടും ആൻ്റണി കാരണം നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ പിന്നെ നീ എന്നെ വിളിച്ചാൽ മതി എന്നൊക്കെ സച്ചി പോകുന്നതിന് മുൻപേ തന്നെ ശരത്തിനോട് പറയും. ശരത്ത് പോയി കഴിഞ്ഞതിന് ശേഷം ശ്രുതിയെ നോക്കിക്കൊണ്ട് തന്നെ പറയുന്നുണ്ട്, ശ്രുതി നീ എന്താ ഇങ്ങനെയൊക്കെ? നിനക്ക് ഒട്ടും മനസാക്ഷിയില്ലേ? നിനക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ മനസ്സ് വന്നത്? കുറേ അധികം പഠിച്ചിട്ട് മാത്രം കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയെ വഴക്ക് പറയുന്ന സമയത്തിന് ശ്രുതി അങ്ങനെ ഉരുണ്ട് കളിക്കുന്നുണ്ട്. അതെ, നിങ്ങൾ എന്ത് റീസൺ പറഞ്ഞു കഴിഞ്ഞാലും അതൊന്നും ഞങ്ങൾക്കൊരിക്കലും അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല. ഓൾറെഡി നിങ്ങൾക്ക് എന്നോടും സച്ചിയേട്ടനും ദേഷ്യമുണ്ടെന്നുള്ള കാര്യം അറിയാം. ഞങ്ങൾ എപ്പോഴാണ് തിരിച്ചടിക്കാൻ വേണ്ടി പറ്റുക എന്നുള്ള ഓരോ അവസരം നോക്കിയിട്ടാണ് നിങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷേ ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ എന്നാലും ആ ആൻ്റണിയാണല്ലോ കൂട്ടുപിടിച്ചത്. കഷ്ടം തന്നെ എന്നൊക്കെ പറഞ്ഞ് സച്ചിയും രേവതിയും അവിടെ നിന്നും പോയി. ശരത് അങ്ങോട്ടേക്ക് വന്ന് തെളിവ് സഹിതം തന്നെ എല്ലാവർക്കും ഈ ഒരു കാഴ്ചയൊക്കെ കാണിച്ചു കൊടുത്തത് കൊണ്ടായിരിക്കട്ടെ ശ്രുതിക്ക് ഇത്രയും വലിയൊരു നാണക്കേടുണ്ടായത്. അതുകൊണ്ട് തന്നെ പിന്നീട് സച്ചിയുടെയും രേവതിയുടെയും മുന്നിൽ പോലും നിൽക്കാത്ത ഒരു അവസ്ഥയിലായിരിക്കും ശ്രുതി നിൽക്കുന്നത്. ഇതേ സമയത്ത് തന്നെ ശ്രുതിയുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, ശ്രുതി, അമ്മ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് നിന്റെ അടുത്ത് നിൽക്കാൻ പോലും പേടിയാണ്. ഓൾറെഡി നീ ആൻ്റണിയുമായി ചേർന്നിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടായതൊക്കെ ഞാൻ അറിഞ്ഞു. ഞാനും സച്ചിയും തമ്മിൽ പല പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഒരിക്കലും അവനെ ഇല്ലാതാക്കണമെന്ന് ഞാൻ ഒരിക്കലും മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. അവൻ എൻ്റെ കൂടെപ്പിറപ്പാണ്. അമ്മ പറഞ്ഞതുപോലെ നീ ചിലപ്പോൾ നിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നിന്റെ കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടി എന്നെ പോലും ഇല്ലാതാക്കാൻ ശ്രമിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ശ്രുതിയോട് ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ ശ്രുതി അവിടെ നിന്നും പോയി. ശ്രുതി പോയി കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ ആൻ്റണി പറഞ്ഞതുപോലെ തന്നെ ശ്രുതി എങ്ങാനും തന്നെ ഒഴിവാക്കുമോ, തൻ്റെ ജീവിതം ആകെ നഷ്ടപ്പെടുമോ എന്നൊക്കെ ചിന്തിച്ചു കൊടുത്ത് ആകെ ടെൻഷനോട് കൂടെ നോക്കി നിൽക്കുന്ന ശ്രുതിയെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാട്ടോ. ബൈ.